Learnersy Online Education. Hi, welcome to Learnersy. It's me Harshita. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് MS002 യൂണിറ്റ് 2 ആണ് കേട്ടോ. ദ എംഫിരിക്കൽ അപ്രോച്ച്, അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംഫിരിക്കൽ അപ്രോച്ച്. ഈ എംഫിരിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവപരമായിട്ടുള്ള സമീപനം എന്നാണ് അർത്ഥം. അതായത് അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അത് സോഷ്യോളജിയിലെ എംഫിരിക്കൽ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള നോക്കാം. റൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ, കൾച്ചറൽ റിലേറ്റിവിസം, problems encountered in data collection, difference between common sense and science, what is ethical, what is normal, understanding the data collected, managing diversities in social research, problematizing the object of study and conclusion. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വൺ എംഫിരിക്കൽ അപ്രോച്ചിലെ ഫസ്റ്റ് ഹെഡിങ് ആയിട്ടുള്ള 2.1 യൂണിറ്റ് 2 ആയതുകൊണ്ടാണ് 2.1 എന്ന് പറയുന്നത് കേട്ടോ. 2.1 ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇൻ Unit 1, we learned about the difference between focusing on ideas and logic versus relying on facts we can observe to understand society. Sociological theories often rely on observation making empiricism using experience and facts. Unit 1-ൽ നമ്മൾ സമൂഹത്തെ മനസ്സിലാക്കാൻ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന വസ്തുതകളെ ആശ്രയിക്കുന്നതും ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും യുക്തിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. യൂണിറ്റ് 1-ൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ സമൂഹത്തെ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അതിനായിട്ട് ആശ്രയിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ യുക്തിയും തമ്മിലുള്ള യുക്തി ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു തിയറി, യുക്തി ഉപയോഗിച്ചാണ് തിയറികൾ മേക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ യൂണിറ്റ് 1-ൽ നമ്മൾ എന്ത് ചെയ്തത്, നോക്കിയത്. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ പലപ്പോഴും നിരീക്ഷണത്തെ ആശ്രയിക്കുന്നു. അനുഭവജ്ഞാനം ഉണ്ടാക്കുന്ന വസ്തുതകളും അതിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്നു. അതായത് അനുഭവങ്ങളും വസ്തുതകളും ഉപയോഗിച്ചും കൂടി എന്താണ് സാമൂഹ്യശാസ്ത്രത്തിൽ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. Empiricism means knowledge comes from experience, especially through our senses. This is different from rationalism, which says knowledge comes from thinking and reasoning. അനുഭവജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവ് അനുഭവത്തിൽ നിന്നാണ് എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മൾ കാഴ്ച, കേൾവി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അറിയാലോ, അതൊക്കെ കൊണ്ടുണ്ടാകുന്ന നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള അറിവ്, അനുഭവജ്ഞാനത്തെയാണ് എന്ത് പറയുന്നത്, എംഫിരിസിസം എന്ന് പറയുന്നത്. ഇത് യുക്തിവാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ചിന്തയിൽ നിന്നും യുക്തിയിൽ നിന്നും അറിവ് ലഭിക്കുന്നു. ഇത് അതായത് ബോധപൂർവമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അനുഭവങ്ങൾ കൊണ്ടുള്ളതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഈ എംഫിരിസിസം എന്ന് പറയുന്നത് കേട്ടോ. ഇൻ യൂണിറ്റ് 2 വിൽ എക്സ്പ്ലെയിൻ ഹൗ ടു യൂസ് ദ എംഫിരിക്കൽ അപ്രോച്ച്, കളക്ട് ഡാറ്റ ബൈ ഫോളോയിങ് റൂൾസ് ആൻഡ് ഡീൽസ് വിത്ത് ദ ചലഞ്ചസ് ഇൻ ദിസ് പ്രോസസ്. ഓൾസോ വിൽ സ്റ്റഡി സോഷ്യൽ റിയാലിറ്റി ആൻഡ് ലേൺ ഹൗ ഇറ്റ് വാസ് ഷേപ്ഡ്. യൂണിറ്റ് 2-ൽ അനുഭവപരമായ സമീപനം, അതായത് എംഫിരിക്കൽ അപ്രോച്ച് ഉപയോഗിക്കാമെന്നും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഡാറ്റ ശേഖരിക്കാമെന്നും ഈ പ്രക്രിയയിൽ വെല്ലുവിളികളെ നേരിടാമെന്നും എങ്ങനെയെന്നുള്ളതൊക്കെയാണ് വിശദീകരിക്കുന്നത്. കൂടാതെ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠിക്കുകയും അത് എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. Social scientists also study power structures and their effects, including how the researcher's role influences the study. This unit will show why it's important to use facts and consider different viewpoints in social research. ഗവേഷകന്റെ പങ്ക് പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ശക്തിഘടനകളും അവയുടെ ഫലങ്ങളും സാമൂഹിക ശാസ്ത്രജ്ഞർ പഠിക്കുന്നുണ്ട്. സാമൂഹിക ഗവേഷണത്തിൽ വസ്തുതകൾ ഉപയോഗിക്കേണ്ടതും വ്യത്യസ്ത വീക്ഷണങ്ങൾ പരിഗണിക്കേണ്ടതും എന്തുകൊണ്ടാണെന്ന് ഈ യൂണിറ്റ്
നമുക്ക് കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. അതായത് ഗവേഷകർ തന്നെ ഗവേഷകരെ പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ഗവേഷകരും ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിക്കൊള്ളണം എന്നില്ല. അവർ വളർന്നു വന്ന ആ ഒരു ചുറ്റുപാടിൽ നിന്ന് അവർക്ക് നോർമലായിട്ട് തോന്നുന്ന അവരുടെ അനുഭവങ്ങളിൽ നിന്ന് വരെ അവർ എന്തുണ്ടാക്കാം, സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാം. അപ്പോൾ അതിന്, അതായത് അവരുടെ എക്സ്പീരിയൻസിന് അവരുടെ സിദ്ധാന്തങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്നില്ലല്ലോ, അതിനെ ബാധിക്കുന്നുണ്ടോ എന്ന് പോലും മറ്റുള്ള ഗവേഷകർ അവരെ വീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശരി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നമുക്കിനി നമ്മുടെ മെയിനായിട്ടുള്ള യൂണിറ്റിലോട്ട് കടക്കാം. 2.2 എംഫിരിക്കൽ അപ്രോച്ച്, അനുഭവപരമായിട്ടുള്ള സമീപനം എന്നാണ് എംഫിരിക്കൽ അപ്രോച്ചിൻ്റെ അർത്ഥം. സം സോഷ്യൽ സയൻറ്റിസ്റ്റ് ഫോളോ ദ എംഫിരിക്കൽ അപ്രോച്ച് but do not fully agree with the idea of empiricism as a belief. They use it as a method, not a philosophy. This is why we discuss the empirical approach. ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ അനുഭവപരമായ സമീപനം, അതായത് വസ്തുതകൾ കൊണ്ട് ശേഖരിക്കും, നമ്മൾ ശേഖരിക്കുക, അതുവരെ ശേഖരിച്ച അല്ലെങ്കിൽ അതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്, ഇത് പിന്തുടരുന്നു. എന്നാൽ അനുഭവവാദം ഒരു വിശ്വാസം എന്ന ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒന്നല്ല. അത് ഒരു തത്വശാസ്ത്രമല്ല, ഒരു രീതിയായിട്ട് ഉപയോഗിക്കുന്നത്, അതൊരു മെത്തേഡാണ്. ഈ എംഫിരിക്കൽ അപ്രോച്ച് എന്നത് ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് അനുഭവപരമായ സമീപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് എംഫിരിക്കൽ അപ്രോച്ച് ഒരു തത്വശാസ്ത്രമല്ല, അതൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യമല്ല എന്നാണ് പറയുന്നത്. വിശ്വാസം എന്ന ആശയത്തോട് പൂർണ്ണമായിട്ട് അത് യോജിക്കുന്നില്ലെന്നാണ് പറയുന്നത്. The empirical approach means collecting facts through observation and first-hand methods. People debate whether data must be collected scientifically or if information from everyday people is also valid. നിരീക്ഷണത്തിലൂടെയും നേരിട്ടുള്ള രീതികളിലൂടെയും വസ്തുതകൾ ശേഖരിക്കുക എന്നതാണ് അനുഭവപരമായിട്ടുള്ള സമീപനം. ഡാറ്റ ശാസ്ത്രീയമായി ശേഖരിക്കേണ്ടതുണ്ടോ അതോ ദൈനംദിന ആളുകളിൽ നിന്ന് വിവരങ്ങളും സാധ്യതയുള്ളതാണോ എന്ന് ആളുകൾ ചർച്ച ചെയ്യും. ഈ എംഫിരിക്കൽ അപ്രോച്ചുകൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നിരീക്ഷണത്തിലൂടെയും നേരിട്ടുള്ള സംഭാഷണം, അതാണ് നേരിട്ടുള്ള രീതികൾ. ഒരാളുടെ എംഫിരിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അയാളുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അയാളുമായിട്ട് നേരിട്ടുള്ള രീതികളിലൂടെയാണ് ഈ വസ്തുതകൾ ശേഖരിക്കുന്നത്. ഇൻ ദ പാസ്റ്റ്, social scientists like Herbert Spencer and Auguste Comte used data collected by the travelers, missionaries, and officials. Back then, scholars focused more on using logic and their own judgment to analyze data rather than following strict rules. Later, people demanded that data be collected significantly with proper rules to ensure it was reliable. ഹെർബർട്ട് സ്പെൻസർ, അഗസ്റ്റ് കോംതെ തുടങ്ങിയ സാമൂഹിക ശാസ്ത്രജ്ഞർ, യാത്രക്കാർ, മിഷണറിമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ശേഖരിച്ച ഡാറ്റ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് കർശനമായ നിയമങ്ങൾ പാലിക്കുന്നതിന് പകരം ഡാറ്റ വിശകലനം ചെയ്യാൻ യുക്തിയും സ്വന്തം വിധിയും ഉപയോഗിക്കുന്നതിനാലാണ് പണ്ഡിതന്മാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിന്നീട് വിവരങ്ങൾ വിശ്വസനീയമാണെന്ന് ഉറപ്പാക്കാൻ കൃത്യമായ നിയമങ്ങളോടെ ശാസ്ത്രീയമായ ഡാറ്റ ശേഖരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടു. അതായത് പണ്ട് കാലത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്? സ്വന്തം അറിവിൽ നിന്നെടുത്ത് സ്വന്തം യുക്തി, സ്വന്തമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് തിയറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. കൂടുതൽ നിരീക്ഷിക്കാനും ഡാറ്റ ശേഖരിക്കാനും നിന്നിരുന്നില്ല. പിന്നീട് അത് നിർബന്ധമാക്കി. ശാസ്ത്രീയമായിട്ടുള്ള ഡാറ്റ ശേഖരിക്കണം എന്നുള്ളത് ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങി. അടുത്ത നമ്മുടെ ഹെഡിങ് പറയുന്നത് 2.3 റൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. Durkheim said we must follow rules when collecting data. He believed social facts exist outside our minds and should be studied on their own. ഡാറ്റ ശേഖരിക്കുമ്പോൾ നമ്മൾ നിയമങ്ങൾ പാലിക്കണമെന്ന് ഡർക്കെയിം പറഞ്ഞു. സാമൂഹിക വസ്തുതകൾ നമ്മുടെ മനസ്സിന് പുറത്തുണ്ടെന്നും അവ സ്വന്തമായി പഠിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു.
അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. Descartes believed we should doubt everything until it is proved true. This is basis of the scientific method. It means we should not trust second-hand information and must collect reliable data ourselves. എല്ലാം ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നമ്മൾ സംശയിക്കണമെന്ന് ഡെസ്കാർട്ടസ് വിശ്വസിച്ചു. ഇതാണ് ശാസ്ത്രീയ രീതിയുടെ അടിസ്ഥാനം. അതായത് എല്ലാ തെളിവുകളോടും കൂടി അത് പ്രൂവ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ സംശയിച്ചുകൊണ്ടിരിക്കണം. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിന് ഒരു ചിന്ത വേണം എന്നാണ് പറയുന്നത്. അതിനർത്ഥം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിവരങ്ങൾ വിശ്വസിക്കരുതെന്നും വിശ്വസനീയമായ ഡാറ്റ സ്വയം ശേഖരിക്കണമെന്നും ആണ് പറയുന്നത്. മറ്റൊരാൾ പറഞ്ഞത് കേട്ട് അത് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത്. കളക്ടിങ് ഡാറ്റ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സയൻസ് ആൻഡ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബെറ്റർ. ടു ഡു ദിസ് പ്രോപ്പർലി വി ഷുഡ് അവോയ്ഡ് ലെറ്റിംഗ് അവർ പേഴ്സണൽ ഒപ്പീനിയൻസ് ഓർ ബയാസസ് എഫക്ട് ദ ഡാറ്റ വി കളക്ട്. ഡാറ്റ ശേഖരണം എന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ ജനങ്ങളെ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ശരിയായിട്ട് ചെയ്യുന്നതിന് ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളോ പക്ഷപാതങ്ങളോ ഞങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റയെ ബാധിക്കാൻ അനുവദിക്കുന്നത് ഒഴിവാക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രബന്ധം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ സൈഡ് ഹെഡിങ് വരുന്നത് 2.4 കൾച്ചറൽ റിലേറ്റിവിസം ആണ് കേട്ടോ. സയൻറ്റിസ്റ്റ് എയിം ടു സ്റ്റഡി കൾച്ചേഴ്സ് വിത്തൗട്ട് പേഴ്സണൽ ബയാസസ് ലീഡിങ് ടു ദ ഐഡിയ ഓഫ് കൾച്ചറൽ റിലേറ്റിവിസം വിച്ച് ടീച്ചേഴ്സ് ദാറ്റ് നോ കൾച്ചർ ഈസ് wrong or strange. Overcoming ethnocentrism, believing only our culture's value are correct, is hard but important. For example, during my fieldwork in Rajasthan, I found that brides were often older than grooms, which surprised me because it was different from what I know. സംസ്കാരവും തെറ്റല്ല അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ഒന്നല്ല എന്ന് പഠിപ്പിക്കുന്ന സാംസ്കാരിക ആപേക്ഷികത, അതായത് കൾച്ചറൽ റിലേറ്റിവിസം. സാംസ്കാരിക ആപേക്ഷികത എന്ന് പറഞ്ഞത് ഒരു സംസ്കാരവും തെറ്റല്ല വിചിത്രവുമല്ല, എല്ലാം നോർമലാണെന്ന് പറയുന്നതിനാണ് സാംസ്കാരിക ആപേക്ഷികത എന്ന് പറയുന്നത്. എന്ന ആശയത്തിലേക്ക് നയിക്കുന്ന വ്യക്തിപരമായ പക്ഷപാതങ്ങളില്ലാത്ത സംസ്കാരങ്ങളെ പഠിക്കാൻ ശാസ്ത്രജ്ഞർ ലക്ഷ്യമിടുന്നു. വംശീയ കേന്ദ്രീകരണത്തെ മറികടക്കുക, നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ മാത്രം ശരിയാണെന്ന് വിശ്വസിക്കുക, അത് കഠിനമാണ് പക്ഷേ പ്രധാനമാണ്. ഉദാഹരണത്തിന് രാജസ്ഥാനിലെ ഫീൽഡ് വർക്കിനിടെ വധുക്കൾ പലപ്പോഴും വരനേക്കാൾ പ്രായമുള്ളവരാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അത് അത്ഭുതം കൂടുന്ന ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് അറിയാവുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഒരാൾ നമ്മളോട് പറഞ്ഞു തരുന്ന രീതിയിലാണ് കേട്ടോ മേക്ക് ചെയ്തിട്ടുള്ളത്. ഒരാൾ നമുക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഈ ടെക്സ്റ്റ് മുഴുവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നുള്ള വേർഡ്സൊക്കെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ എന്ത് ചെയ്തു, അത്ഭുതം കൊണ്ടു എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറൽ റിലേറ്റീവ്സ് എന്നത് ഒരു സംസ്കാരവും തെറ്റല്ല എന്ന് പഠിക്കുന്നതാണ്. ഓരോ നാട്ടിലും വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് എന്തായിരിക്കാം, അത്ഭുതം കൊള്ളുന്നവയായിരിക്കാം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവയായിരിക്കും. പക്ഷേ അതെന്തല്ല, തെറ്റാണെന്നുള്ള വീക്ഷണം തെറ്റാണെന്നുള്ള വീക്ഷണം നമ്മുടെ ഭാഗത്ത് നിന്നും തെറ്റാണെന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ സംസ്കാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ഇതിനെ നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാനോ അല്ലെങ്കിൽ അവരോടൊരു പക്ഷപാതം കാണിക്കാനോ പാടില്ല എന്നാണ് പറയുന്നത്. സിമിലർലി മാർഗരറ്റ് മെഡ് സ്റ്റഡി ചലഞ്ചഡ് വെസ്റ്റേൺ ഐഡിയ അബൌട്ട് ജെൻഡർ റോൾസ്. ടർക്കിൻ ബിലീവ് ദ സോഷ്യൽ ഫിനോമിന ഷുഡ് ബി സ്റ്റഡീഡ് based on observable traits, but later scholars showed that looking deeper into functions rather than appearances gives a better understanding of culture. അതുപോലെ തന്നെ
മാർഗരറ്റ് മീഡിന്റെ പഠനം ലിംഗപരമായ റോളുകളെക്കുറിച്ചുള്ള പാശ്ചാത്യ ആശയങ്ങളെ വെല്ലുവിളിച്ചു. സാമൂഹിക പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കാവുന്ന സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി പഠിക്കണമെന്ന് ഡർക്കെയിം വിശ്വസിച്ചു. എന്നാൽ പിൽക്കാല പണ്ഡിതന്മാർ കാണിക്കുന്നത് പ്രത്യക്ഷങ്ങളേക്കാൾ പ്രവർത്തനങ്ങളിലേക്ക് ആഴത്തിൽ നോക്കുന്നത് സംസ്കാരങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഇവർ പറയുന്നു. ആര്? മാർഗരറ്റും ഡർക്കെയിമും പറയുന്നു. അടുത്ത നമ്മുടെ ഹെഡിങ് വരുന്നത് 2.5 പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ഇൻ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷനിൽ വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇൻ സോഷ്യൽ സയൻസ് ദ ഐഡിയ ഈസ് ടു സ്റ്റഡി തിങ്സ് ബേസ്ഡ് ഓൺ ദെയർ ട്രൂ നേച്ചർ വിത്തൗട്ട് പേഴ്സണൽ ഒപ്പീനിയൻസ്. ഹവർ ദിസ് ഇസ് ഡിഫിക്കൽട്ട് ബിക്കോസ് സൊസൈറ്റി ഈസ് ഷേപ്ഡ് ബൈ മീനിങ്സ് ദാറ്റ് ഹ്യൂമൻ ഓർ കൾച്ചറൽ ഗിവ് ടു തിങ്സ്. സാമൂഹിക ശാസ്ത്രത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളില്ലാതെ അവയുടെ യഥാർത്ഥ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് ആശയം. എന്നിരുന്നാലും ഇത് ബുദ്ധിമുട്ടാണ്. കാരണം സമൂഹം രൂപപ്പെടുന്നത് മനുഷ്യരോ സംസ്കാരമോ കാര്യങ്ങൾക്ക് നൽകുന്ന അർത്ഥം. സമൂഹം രൂപപ്പെടുന്നത് എന്താണ്? മനുഷ്യരോ സംസ്കാരമോ നൽകുന്ന ആ ഒരു അർത്ഥപരിവേഷത്തിലാണ് സമൂഹം രൂപം കൊള്ളുന്നതെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടേംസ് ലൈക്ക് ഫെമിനിറ്റി ആൻഡ് മെസ്കുലിനിറ്റി ക്യാൻ മീൻ ഡിഫറെൻറ്റ് തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് സൊസൈറ്റി. അനദർ ഇഷ്യൂ ഈസ് ഒബ്ജക്റ്റിവിറ്റി. ഇറ്റ്സ് ഹാർഡ് ടു സ്റ്റേ ന്യൂട്രൽ വെൻ സംതിങ് ഇവോക്സ് സ്ട്രോങ് ഇമോഷൻസ്. While some scholars try to remain neutral, many believe it is wrong to do so, especially when dealing with human issues. Some argue that universal standards like human rights should guide our action, even if it means intervening in certain situations. The debate about whether to intervene or not continues. ഉദാഹരണത്തിന് സ്ത്രീത്വം, പുരുഷത്വം അല്ലെങ്കിൽ ആണ്, പെണ്ണ് തുടങ്ങിയ പദങ്ങൾ വ്യത്യസ്ത സമൂഹത്തിൽ വ്യത്യസ്ത കാര്യങ്ങളാണ് അർത്ഥമാക്കുന്നത്. അതായത് പണ്ട് സ്ത്രീയും പുരുഷനും മാത്രമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് വിഭാഗങ്ങൾ വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗേ LGBTQ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതുപോലത്തെ ആൾക്കാർ വന്നത് അവരെ കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്ത കാര്യങ്ങൾ അതിൽ നിന്നിപ്പോൾ അർത്ഥമാക്കുന്നുണ്ട്. സ്ത്രീ പുരുഷൻ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് പേര് വന്നു. ഇപ്പോൾ മറ്റൊരു പ്രശ്നം വസ്തുനിഷ്ഠയാണ്. എന്തെങ്കിലും ശക്തമായ വികാരങ്ങൾ ഉണർത്തുമ്പോൾ നിഷ്പക്ഷത പാലിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ചില പണ്ഡിതന്മാർ നിഷ്പക്ഷത പാലിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പലരും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും മാനുഷിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യാവകാശങ്ങൾ പോലെയുള്ള സാർവത്രിക മാനദണ്ഡങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കണമെന്ന് ചിലർ വാദിക്കുന്നു. അത് ചില സാഹചര്യങ്ങളിൽ ഇടപെടുന്നത് അർത്ഥമാക്കുന്നു. ഇടപെടണോ വേണ്ടയോ എന്ന തർക്കം തുടരുകയാണ്. അതായത് ഇത്രയും സിസ്റ്റം ഇപ്പോൾ ഒരുപാട് പേര് വന്നില്ല, ഗേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്, ആരുടെ ഭാഗത്താണ് നിഷ്പക്ഷത പാലിക്കേണ്ടത് എന്നുള്ള സംശയം ഓരോ സയൻറ്റിസ്റ്റിനും വരികയാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രം സെപ്പറേറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് അവിടെ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകാൻ കാരണമാക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അവരിൽ നിന്ന് നമ്മുടെ അടുത്ത ഹെഡിങ് വരുന്നത് 2.6 ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് ആൻഡ് സയൻസ് ആണ്. കോമൺ സെൻസ് ആൻഡ് സയൻസ് ഡിഫർ ഇൻ ഹൗ ദേ ഗിവ് സെൻസറി പെർസെപ്ഷൻസ്. Common sense form idea based on immediate perceptions, while science looks deeper, considering the causes behind things rather than just their surface features. Social sciences often challenge common beliefs, exposing that cause conflict. സാമാന്യ ബുദ്ധിയും ശാസ്ത്രവും അവ എങ്ങനെ സെൻസറി പെർസെപ്ഷനുകൾ ഉപയോഗിക്കുന്നു എന്നതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സാമാന്യ ബുദ്ധി ഉടനടിയുള്ള ധാരണകളെ അടിസ്ഥാനമാക്കി ആശയങ്ങൾ രൂപപ്പെടുത്തുന്നു. കോമൺ സെൻസ്. ശാസ്ത്രം ആഴത്തിൽ നോക്കുമ്പോൾ അവയുടെ ഉപരിതല സവിശേഷതകൾ മാത്രമല്ല കാര്യങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. സാമൂഹിക ശാസ്ത്രങ്ങൾ പലപ്പോഴും പൊതുവിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നു, സംഘർഷത്തിന് കാരണമാകുന്ന മുൻവിധികൾ തുറന്നു കാട്ടുന്നു. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കേൾക്കുന്നത് അപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കോമൺ സെൻസ് വരുന്നത്. പക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രം അങ്ങനെയല്ല. അതിൻ്റെ ആഴത്തിൽ പോയി അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത്. However, when scientific findings align with everyday views,
They seem like a common sense. Social scientists explore both routine and complex issues, including what is ethical and normal. Defining these concepts is not always straightforward. എന്നിരുന്നാൽ പോലും ശാസ്ത്രീയ കണ്ടെത്തലുകൾ ദൈനംദിന കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെടുമ്പോൾ അവ സാമാന്യ ബുദ്ധി പോലെ തോന്നുന്നു. സാമൂഹിക ശാസ്ത്രജ്ഞർ ധാർമ്മികവും സാധാരണവുമായത് ഉൾപ്പെടെയുള്ള പതിവ് സങ്കീർണമായ പ്രശ്നങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. ഈ ആശയങ്ങൾ നിർവചിക്കുന്നത് എപ്പോഴും ലളിതമല്ല. ചില ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ എന്താണ്, ദൈനംദിന കാഴ്ചപ്പാടുമായിട്ട് പൊരുത്തപ്പെടും. അതായത് നമ്മുടെ കോമൺ സെൻസുമായിട്ട് ഏകദേശം സാമ്യമുള്ളതായിരിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിക്കോളണം എന്നില്ല എന്നാണ് പറയുന്നത്. അത് കണ്ടെത്തുന്നത് അത്ര ലളിതമായിട്ടുള്ള കാര്യവുമല്ല. അടുത്ത നമ്മുടെ ഹെഡിങ് പറയുന്നത് വാട്ട് ഈസ് എത്തിക്കൽ. എന്താണ് എത്തിക്കൽ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ് ശരിയും തെറ്റും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. എന്താണ് ശരിയായതും തെറ്റായതും, എന്താണ് എത്തിക്കൽ എന്ന് പറയുമ്പോൾ ധാർമ്മികമായത്, എന്താണ് ശരിയും തെറ്റും എന്നാണ് കേട്ടോ പറയുന്നത്. ഇൻ സൊസൈറ്റി ദർ ആർ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് wrong. Social scientists aim to study human behavior without personal bias, using universal criteria like health and life to judge actions. However, determining a universal code of ethics is difficult, especially when cultures differences exist. സമൂഹത്തിൽ ശരിയും തെറ്റും സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആരോഗ്യം, ജീവിതം എന്നിങ്ങനെയുള്ള സാർവത്രിക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വ്യക്തിപരമായ പക്ഷപാതമില്ലാതെ മനുഷ്യർ പെരുമാറ്റം പഠിക്കാൻ സാമൂഹിക ശാസ്ത്രജ്ഞർ ലക്ഷ്യമിടുന്നു. എന്നിരുന്നാൽ പോലും ഒരു സാർവത്രിക ധാർമ്മിക കോഡ് നിർണ്ണയിക്കുന്നത് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും സാംസ്കാരിക വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, സം ആന്ത്രോപോളജിസ്റ്റ് ഹാവ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഫോർ ജസ്റ്റിഫൈയിങ് പ്രാക്ടീസസ് ലൈക്ക് ഹ്യൂമൻ സാക്രിഫൈസ്. Challenges in social sciences is that the data is often unclear and the people being studied actively interact with the researchers. ഉദാഹരണത്തിന്, നരബലി പോലുള്ള ആചാരങ്ങളെ ന്യായീകരിക്കുന്നതിന് ചില നരവംശ ശാസ്ത്രജ്ഞർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ സയൻസിലെ വെല്ലുവിളി ഡാറ്റ പലപ്പോഴും വ്യക്തമല്ല, പഠിക്കുന്ന ആളുകൾ ഗവേഷകരുമായി സജീവമായി ഇടപഴകുന്നു എന്നതാണ്. അതായത് ചില അനാചാരങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപിരിക്കൽ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ചില അനാചാരങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ആ ഒരു രീതി അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അത് ആ ഒരു ഗവേഷകനുമായി സജീവമായിട്ട് ഇടപഴകി അത് അങ്ങനെ ഒരു പോസിറ്റീവ് വശം അതിന് നേടിക്കൊടുക്കുന്ന ആ ഒരു കാര്യം സജീവമായിട്ട് തെറ്റാണെന്നാണ് പറയുന്നത്. ആരോഗ്യം, ജീവിതം എന്നിങ്ങനെയുള്ള സാർവത്രിക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എന്താണ്, വ്യക്തിപരമായ പക്ഷപാതമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പെരുമാറ്റമാണ് അവിടെ ആവശ്യമുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. ദിസ് മേക്സ് എത്തിക്കൽ പ്രോബ്ലംസ് എ സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച് ഇൻ സോഷ്യൽ സയൻസ് unlike natural sciences, where ethical questions often arise only after discoveries. Social sciences constantly deal with the ethical issues because they study human being directly. ഇത് സാമൂഹിക ശാസ്ത്രത്തിൽ നൈതിക പ്രശ്നങ്ങൾ ഒരു പ്രധാന വെല്ലുവിളിയാക്കുന്നുണ്ട്. എത്തിക്കലിന് അതായത് ഒരു ശരിയായവയ്ക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് സ്വാഭാവിക ശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടെത്തലുകൾക്ക് ശേഷമേ പലപ്പോഴും ധാർമ്മിക ചോദ്യങ്ങൾ ഉയർന്നു വരൂ. സാമൂഹിക ശാസ്ത്രങ്ങൾ മനുഷ്യൻ നേരിട്ട് പഠിക്കുന്നതിനാൽ ധാർമ്മിക പ്രശ്നങ്ങൾ നിരന്തരം കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. മനുഷ്യനാണ് നിർമ്മിക്കുന്നത്, മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നുകൊണ്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം അതിൽ കളവ് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 2.7 പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് 2.8 വാട്ട് ഈസ് നോർമൽ. എന്താണ് നോർമൽ എന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ സോഷ്യൽ സയൻസ് നോർമൽ റെഫേഴ്സ് ടു ബിഹേവിയേഴ്സ് that align with the typical patterns. Durkheim emphasized the importance of defining normality in society. Early research assumed societies were the same, but over time it became clear that they differ in values. സോഷ്യൽ സയൻസിൽ നോർമൽ എന്നത് സാധാരണ പാറ്റേണുകളുമായി പൊരുത്തപ്പെടുന്ന സ്വഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. സമൂഹത്തിലെ നോർമലൈസേഷൻ നിർവചിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതായത് സാധാരണവൽക്കരിക്കുന്നതിൻ്റെ
ഒരു നിർവചനത്തിന്റെ പ്രാധാന്യം ഡർഖീം ഊന്നി പറയുന്നുണ്ട്. ആദ്യകാല ഗവേഷണങ്ങൾ സമൂഹങ്ങൾ ഒന്നായിരുന്നുവെന്ന് അനുമാനിച്ചു, എന്നാൽ കാലക്രമേണ അവ മൂല്യങ്ങളിൽ വ്യത്യാസമാണെന്ന് വ്യക്തമായി. സോഷ്യൽ സയൻസിൽ നോർമൽ എന്നത് എന്താണ്? സാധാരണ വാക്കുകളുമായിട്ട് പൊരുത്തപ്പെടുന്ന സ്വഭാവങ്ങളെ സൂചിപ്പിക്കുന്ന അതൊക്കെ സാധാരണയാണെന്ന് നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ, അതൊക്കെ അവിടെ സാധാരണയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഇവിടെ സാധാരണയാണെന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ ഈ നോർമലൈസേഷൻ എന്തിനെ ബാധകമാക്കിക്കൊണ്ടാണ് ഈ നോർമലൈസേഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. ചില കാര്യങ്ങൾ പണ്ട് മുതലേ നോർമലായിട്ട് പോന്നിരുന്നതാണ്, പിന്നീട് അതിന് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ആ നോർമലൈസേഷൻ എന്നുള്ളത് ഒരുപാട് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. ഒറ്റ അർത്ഥമല്ലാതെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. Feminist and global movement showed that what is considered normal often reflected the experience of specific group, mainly men. As societies become more diverse, ideas like multiculturalism questioned the idea of a universal standard for normal. Concepts like family have changed over time, showing how normality can vary across cultures and eras, influencing theories like postmodernism. ഫെമിനിസ്റ്റ് ആഗോള പ്രസ്ഥാനങ്ങൾ സാധാരണമായി കണക്കാക്കുന്ന പലപ്പോഴും പ്രത്യേക ഗ്രൂപ്പുകളുടെ, പ്രധാനമായും പുരുഷന്മാരുടെ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കാണിച്ചു. അതായത് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർ എന്താണ്? ശരിക്കും പുരുഷവിരോധം അല്ലെങ്കിൽ പോലും നോർമലി നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പുരുഷവിരോധമാണ് എന്നാണ്. സമൂഹങ്ങൾ കൂടുതൽ വൈവിധ്യപൂർണമായപ്പോൾ മൾട്ടി കൾച്ചറലിസം പോലുള്ള ആശയങ്ങൾ സാർവത്രിക മാനദണ്ഡം എന്ന ആശയത്തെ ചോദ്യം ചെയ്തു. അതായത് മൾട്ടി കൾച്ചറലിസം യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡിനെ ചോദ്യം ചെയ്തു. കുടുംബം പോലുള്ള സങ്കല്പങ്ങൾ കാലക്രമേണ മാറി. സംസ്കാരങ്ങളിലും കാലഘട്ടങ്ങളിലും സാധാരണത്വം എങ്ങനെ വ്യത്യാസപ്പെടാമെന്ന് കാണിക്കുന്നു. ഉത്തരാധുനികത പോലുള്ള സിദ്ധാന്തങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫാമിലിയെ വരെ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നോർമലൈസ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ അബ്നോർമലായിട്ട് അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ എല്ലാ കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. അത് ആധുനിക കാലത്തുള്ള സിദ്ധാന്തങ്ങളെ ബാധിക്കുന്നുണ്ട്. നമ്മൾ പഴയകാല സിദ്ധാന്തങ്ങളിൽ നമ്മൾ പറയുന്ന സിദ്ധാന്തങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇന്ന് ചേരുന്നില്ല, അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 2.9 ആണ് അടുത്ത ഹെഡിങ്. 2.9 Understanding the data collected. In social science, data collection helps researchers analyze theories. Early on, data from travelers and missionaries was rejected because it was not considered reliable. Researchers assumed society worked like a natural organism with fixed law like social orders. സാമൂഹിക ശാസ്ത്രത്തിൽ ഡാറ്റ ശേഖരണം ഗവേഷകരെ സിദ്ധാന്തങ്ങൾ വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു. ആദ്യകാലങ്ങളിൽ സഞ്ചാരികളിൽ നിന്നും മിഷനറിമാരിൽ നിന്നുമുള്ള ഡാറ്റ നിരസിക്കപ്പെട്ടു, കാരണം അത് വിശ്വസനീയമായിരുന്നില്ല. സാമൂഹിക ക്രമം പോലെയുള്ള സ്ഥിരമായ നിയമങ്ങളോടെ സമൂഹം ഒരു സ്വാഭാവിക ജീവിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഗവേഷകർ അനുമാനിച്ചു. സാമൂഹ്യശാസ്ത്ര ഡാറ്റ ശേഖരണം എന്നത് സിദ്ധാന്തങ്ങൾ വിശദീകരിക്കാനുള്ളതാണ്. നമുക്കറിയാം, ആദ്യകാലങ്ങളിലൊക്കെ എന്ത് ചെയ്തിരുന്നു? സഞ്ചാരികളിൽ നിന്നും മിഷനറിമാരിൽ നിന്നും ഡാറ്റ ശേഖരിച്ചിരുന്നു. പിന്നീട് അത് നിർത്തിവെച്ചു, കാരണം കള്ളങ്ങളാണ്. കാരണം സഞ്ചാരികളിൽ നിന്ന് സഞ്ചാരികളിൽ എന്ന് പറഞ്ഞാൽ അവർ പുറത്തുള്ള ആൾക്കാരാണ്, നമ്മുടെ നാട്ടിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ്. അവരുടെ നാട്ടിലുള്ള കാര്യങ്ങളായിരിക്കും പറയുക, അത് നമ്മുടെ നാട്ടിന് ചേരുന്നതായിരിക്കോ അല്ല. അതുപോലെ തന്നെ മിഷനറിമാരാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ, അവരുടെ ആ ഒരു മതത്തിനും കാര്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അവരൊക്കെ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഫുൾ തള്ളിൻ്റെ ആൾക്കാരായിരിക്കും എന്ന് പറയുന്ന പോലെ പ്രാസംഗികരായിട്ടുള്ള ആൾക്കാരും മതപരമായിട്ടുള്ള പ്രാസംഗികരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ അവരുടെ മതത്തിനും അവരുടെ കാര്യങ്ങൾ അനുകൂലിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയും. അതെന്തായിരിക്കും? പൂർണ്ണമായിട്ടും തെറ്റാവാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, ഓൺലി ട്രെയിൻഡ് സോഷ്യൽ സയൻറ്റിസ്റ്റ് were seen as trustworthy sources of data. However, as more observers entered the field, it became clear that even trained researchers bring personal biases. This led to a shift where history, life stories and personal experiences became
പാർട്ട് ഓഫ് ദ ഡാറ്റ ടു റെഡ്യൂസ് ബയാസ്. പരിശീലനം ലഭിച്ച സാമൂഹിക ശാസ്ത്രജ്ഞരെ മാത്രമേ വിശ്വസനീയമായ ഡാറ്റ സ്രോതസ്സുകളായിട്ട് കണ്ടിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും കൂടുതൽ നിരീക്ഷകർ ഈ രംഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ പരിശീലനം ലഭിച്ച ഗവേഷകർ പോലും വ്യക്തിപരമായ പക്ഷപാതങ്ങൾ കൊണ്ടുവരുന്നുവെന്ന് വ്യക്തമായി. ചരിത്രം, ജീവിതകഥകൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവ പക്ഷപാതം കുറയ്ക്കുന്നതിനുള്ള ഡാറ്റയുടെ ഭാഗമായി മാറിയ ഒരു മാറ്റത്തിലേക്ക് ഇത് നയിച്ചു. വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വലിയ പണ്ഡിതന്മാർ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്പീരിയൻസുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോണിസ്റ്റ് തിയറിസ്റ്റ് ചലഞ്ചഡ് ഐഡിയ ഓഫ് സോഷ്യൽ ഓർഡർ ആൻഡ് ഇക്വിലിബ്രിയം. It was recognized that understanding society requires spending time with the people studied. Researchers gain intuitive insight and learn to see the world through others' eyes. വൈരുദ്ധ്യ സിദ്ധാന്തക്കാർ സാമൂഹിക ക്രമത്തെയും സന്തുലിതാവസ്ഥയെയും കുറിച്ചുള്ള ആശയങ്ങളെ വെല്ലുവിളിച്ചു. സമൂഹത്തെ മനസ്സിലാക്കാൻ പഠിച്ചവരുമായി സമയം ചെലവഴിക്കണമെന്ന് തിരിച്ചറിഞ്ഞു. ഗവേഷകർ അവബോധജന്യമായ ഉൾക്കാഴ്ചകൾ നേടുകയും മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പഠിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Simply collected data is not enough. A good researcher must understand the deeper meaning behind it. Statistical data might not always explain the whole picture. As seen with the missing women statistics, people in societies don't always follow norms, and these norms can change over time. ഡാറ്റ ശേഖരിക്കുന്നത് മാത്രം പോരാ, ഒരു നല്ല ഗവേഷകന് അതിൻ്റെ പിന്നിലെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. കാണാതായ സ്ത്രീകളുടെ സ്ഥിതിവിവര കണക്കുകളിൽ കാണുന്നത് പോലെ സ്ഥിതിവിവര കണക്കുകൾ എല്ലായ്പ്പോഴും മുഴുവൻ ചിത്രവും വിശദീകരിക്കണമെന്നില്ല. സമൂഹത്തിലെ ആളുകൾ എല്ലായ്പ്പോഴും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. ഈ മാനദണ്ഡങ്ങൾ കാലക്രമേണ മാറുന്നവയുമായിരിക്കാം. Oral traditional evolves and behaviors may change for convenience, rebellion, or other reasons. Understanding these changes is key to studying social behavior. വാക്കാലുള്ള പാരമ്പര്യങ്ങൾ വികസിക്കുന്നു. സൗകര്യത്തിനോ കലാപത്തിനോ മറ്റു കാരണങ്ങളാലോ സ്വഭാവങ്ങൾ മാറിയേക്കാം. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് സാമൂഹിക സ്വഭാവം പഠിക്കുന്നതിനുള്ള പ്രധാനമാണ്. പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ വികസിക്കുന്ന വാക്കാലാണ്. അതായത് നമുക്ക് മുൻഗാമികളുണ്ട് എന്ന് പറയുന്നത് എന്താണ്? വാക്കുകൾ കൊണ്ടാണ് നമുക്ക് അറിയുന്നത്. അല്ലാതെ നമ്മൾ അവരെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ ഉപ്പൂപ്പ എന്നൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങൾ കൈമാറ്റം, നമ്മുടെ എന്താ പറയുക, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വാക്കുകൾ കൊണ്ടാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇത് അതുപോലെ കലാപങ്ങളോ മറ്റു കാരണങ്ങളോ കൊണ്ട് എന്തായേക്കാം, ഇത് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പോൾ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൂട്ടം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ അതുവരെ ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങളെല്ലാം മറിയാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കലാപം കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന സാമൂഹ്യ സ്വഭാവം പഠിക്കുന്നതിനുള്ള പ്രധാനം ഈ മാറ്റങ്ങൾ കൂടെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് 2.10 മാനേജിങ് ഡൈവേഴ്സിറ്റീസ് ഇൻ സോഷ്യൽ റിസർച്ച് ആണ് നോക്കുന്നത് കേട്ടോ. social research, we need to accept that different people have different ways of seeing and understanding the world. Social research takes time and effort to gather data, and we must understand that social issues are complex. While we can find some patterns in society, it's important to explain specific events and situations in detail, not just make a broad generalization. സാമൂഹിക ഗവേഷണത്തിൽ വ്യത്യസ്ത ആളുകൾക്ക് ലോകത്തെ കാണാനും മനസ്സിലാക്കാനും വ്യത്യസ്ത രീതികളുണ്ടെന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഡാറ്റ ശേഖരിക്കുന്നതിന് സാമൂഹിക ഗവേഷണത്തിന് സമയവും പരിശ്രമവും ആവശ്യമാണ്. സാമൂഹിക പ്രശ്നങ്ങൾ സങ്കീർണമാണെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് സമൂഹത്തിൽ ചില പാറ്റേണുകൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും വിശാലമായ സാമാന്യവൽക്കരണം മാത്രമല്ല, നിർദ്ദിഷ്ട സംഭവങ്ങളും സാഹചര്യങ്ങളും വിശദമായി വിശദീകരിക്കേണ്ട പ്രാധാന്യമാണ്. എല്ലാവർക്കും അവരവരുടെ രീതിയിൽ സമൂഹത്തെ അവർ കാണുന്നുമുണ്ട്, അവർ അതിന് വിശദീകരണം നൽകുന്നുമുണ്ട്. പക്ഷെ അതെല്ലാം എന്തായിരിക്കണം, എല്ലാവർക്കും അനുയോജ്യമായിരിക്കണം എന്നുമില്ല. ആ പറയുന്ന കാര്യങ്ങൾ ആ ഒരു കാര്യത്തിന് അനുയോജ്യമായിരിക്കണം എന്നില്ല, അതായത് യഥാർത്ഥമായി കൊള്ളണമെന്നില്ല. അതിനെന്താണ്, ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതിലൂടെ മാത്രമേ അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് അത് മാറുകയുള്ളൂ എന്നാണ് പറയുന്നത്. എ ബിഗ് ചാലഞ്ചസ് when people believe in things and might seem strange to us, like seeing spirits or
talking to the dead. Some researchers might think these experiences are caused by different ways of thinking in different cultures. ആത്മാക്കളെ കാണുന്നതോ മരിച്ചവരോട് സംസാരിക്കുന്നതോ പോലെ നമുക്ക് വിചിത്രമായി തോന്നുന്ന കാര്യങ്ങളെ ആളുകൾ വിശ്വസിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്, അതായത് അന്ധവിശ്വാസങ്ങൾ. ചില ഗവേഷകർ ഈ അനുഭവങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളിലെ വ്യത്യസ്ത ചിന്താഗതികൾ മൂലമാണെന്ന് കരുതിയേക്കാം. Other might say that these beliefs are learned from culture. Some researchers like Ivan Pritchard focus on how these beliefs help society function, while others like Geertz focus on what these beliefs mean to the people who hold them. ഈ വിശ്വാസങ്ങൾ സംസ്കാരത്തിൽ നിന്ന് പഠിച്ചതാണെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം, അതൊക്കെ അവരുടെ സംസ്കാരമാണെന്ന് പറഞ്ഞേക്കാം. ഇവാൻ പിച്ചാർഡ് പോലെയുള്ള ചില ഗവേഷകർ ഈ വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റുള്ളവരായിട്ടുള്ള ഗ്രീഡ്സ് പോലെ ഈ വിശ്വാസങ്ങൾ അവരെ പിന്തുടരുന്ന ആളുകൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നത് ശ്രദ്ധീകരിക്കുന്നു. കാരണം ഒരു വിഷയം തന്നെ പല ശാസ്ത്രജ്ഞരും പല രീതിയിലാണ് വിശകലനം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ചിലർ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൃഷി ആവട്ടെ, ആ കൃഷി കൊണ്ട് ആ കർഷകന് എന്ത് ഉപകാരം എന്ന് ചിലർ നോക്കും. ആ കൃഷി കൊണ്ട് അതിൻ്റെ കസ്റ്റമേഴ്സിന് എന്താണ് ഉപകാരം എന്ന് മറ്റു ചിലർ നോക്കും. ഇനി ആ കൃഷി കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു ഗവേഷകർ നോക്കും. ഇങ്ങനെ ഒറ്റ കാര്യം തന്നെ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്ന് പഠിക്കുന്നു എന്നാണ് പറയുന്നത്. Some researchers even join these experiences to understand them better. Lastly, some scholars believe culture is about how we interact with our environment, not just the word we speak. ചില ഗവേഷകർ എന്താണ് ഈ അനുഭവങ്ങൾ കൂടിച്ചേർത്ത് അവ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവസാനമായിട്ട് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് സംസ്കാരം നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്നതിനെ കുറിച്ചുമാണ്. എന്താണ് സംസ്കാരം എന്നത് നമ്മുടെ വാക്കുകൾ മാത്രമല്ല, എന്താണ് നമ്മൾ ഇടപഴകുന്ന പരിസ്ഥിതിയെ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 2.10 പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം 2.11 ആണ് പ്രോബ്ലമാറ്റൈസിങ് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. When studying society and culture, we face challenges in defining what exactly we are looking at, since unlike natural sciences, we don't have physical object to study. We often define society by geographical areas, specific social boundaries like caste or marriage, or even by cultural groups, but some topics like religion or diaspora don't have clear limits. സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ പ്രകൃതി ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പഠിക്കാൻ ഭൗതികമായ ഒരു വസ്തുവില്ലാത്തതിനാൽ നമ്മൾ കൃത്യമായി എന്താണ് നോക്കുന്നതെന്ന് നിർവചിക്കുന്നതിൽ ഞങ്ങൾ വെല്ലുവിളികൾ നേരിടുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ, ജാതി അല്ലെങ്കിൽ വിവാഹം പോലുള്ള പ്രത്യേക സാമൂഹിക അതിരുകൾ അല്ലെങ്കിൽ സാംസ്കാരിക ഗ്രൂപ്പുകൾ എന്നിവ ഉപയോഗിച്ച് പലപ്പോഴും സമൂഹത്തെ നിർവചിക്കുന്നുണ്ട്. എന്നാൽ മതമോ പ്രവാസിയോ പോലുള്ള ചില വിഷയങ്ങൾ വ്യക്തമായിട്ട് പരിധികളില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ സമൂഹത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ഒരു വസ്തുവിനെ നോക്കി പഠിക്കുന്നതല്ല, അത് നമ്മുടെ ചുറ്റുപാടിനെ, നമ്മുടെ എക്സ്പീരിയൻസിനെ നമുക്ക് കാണാത്ത ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ല ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. ആ ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇനി ചില കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചാൽ പോലും നമ്മുടെ ഈ ഒരു പ്രവാസികളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രവാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പഠിക്കുന്നതൊന്നും അത്ര എളുപ്പമല്ല. കാരണം അതൊക്കെ ഒരുപാടുണ്ട്. അതായത് വൈഡായിട്ട് കിടക്കുന്ന എത്ര നോക്കിയാലും തീരില്ല എന്ന് പറയുന്ന പോലത്തുള്ള സംഭവങ്ങളാണ് അതൊക്കെയാണ് നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. Even when studying a specific place, we must consider influences from outside like media or politics. Society is often seen as a subjective concept.
shaped by the people within it, and cultures are shared ideas that evolve and spread. ഒരു പ്രത്യേക സ്ഥലം പഠിക്കുമ്പോൾ പോലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പോലെ പുറത്തു നിന്നുള്ള സ്വാധീനം നാം പരിഗണിക്കണം. സമൂഹത്തെ പലപ്പോഴും ഒരു ആത്മനിഷ്ഠമായ ആശയമായും സംസ്കാരം വികസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പങ്കിട്ട ആശയങ്ങളായിട്ടും കാണുന്നുണ്ട്. ട്രഡീഷണൽ ഐഡിയാസ് ഓഫ് സ്റ്റഡിയിങ് എ ഫിക്സ്ഡ് സൊസൈറ്റി ആർ ബീയിങ് റീപ്ലേസ്ഡ് വിത്ത് മോറൽ ഫ്ലെക്സിബിൾ മെത്തേഡ്സ്, but defining society itself has always been influenced by power, as seen in how colonial powers defined Indian society in ways that supported their control. This constructed version of society shaped reality through other hidden aspects of society were later uncovered by subaltern historians. ഒരു നിശ്ചിത സമൂഹത്തെ പഠിക്കുന്നതിനുള്ള പരമ്പരാഗത ആശയങ്ങൾ കൂടുതൽ വഴക്കമുള്ള രീതികളാൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. എന്നാൽ സമൂഹത്തെ നിർവചിക്കുന്നത് എല്ലായ്പ്പോഴും അധികാരത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. കൊളോണിയൽ ശക്തികൾ അവരുടെ നിയന്ത്രണങ്ങൾ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെ നിർവചിച്ചു എന്ന് കാണുമ്പോൾ സമൂഹത്തിന്റെ നിർമ്മിത പതിപ്പ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തി. എന്നിരുന്നാലും സമൂഹത്തിന്റെ മറഞ്ഞിരിക്കുന്ന മറ്റു വശങ്ങൾ പിന്നീട് കീഴാള ചരിത്രകാരന്മാർ വെളിപ്പെടുത്തി. അതായത് സമൂഹത്തിൽ ഉന്നതിയിലിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ കൊളോണിയൽ കാലഘട്ടത്തിൽ അവർ പറയുന്ന ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ. അവർ പറയുന്ന ഇന്ത്യ മറ്റൊരു ഇന്ത്യ ആയിരുന്നു. പക്ഷേ യഥാർത്ഥ ഇന്ത്യയുടെ സ്ഥിതിഗതികൾ അറിയണമെങ്കിൽ അവിടുത്തെ കീഴാളരോടും അവിടുത്തെ സാധാരണ ജനങ്ങളോട് ചോദിക്കണം. അല്ല ഒരാളുടെ ഭാഗം മാത്രം നിന്നുകൊണ്ട് നമുക്ക് സിദ്ധാന്തങ്ങളോ നിഗമനങ്ങളോ രൂപീകരിക്കാൻ കഴിയില്ല. അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ഗവൺമെന്റ് പോലും അതിൽ ഇടപെടും. കാരണം പിന്നീട് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കളവുകളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ലാസ്റ്റ് 2.12 കൺക്ലൂഷൻ ആണ് വരുന്നത്. റിട്ടേൺ ടു ഗുഡ് ഓർ ഓൾഡ് എംപിരിക്കൽ അപ്രോച്ചസ്. In studying society and culture, we face challenges in understanding what is real and how we interpret it. There is a debate about whether society exists separately from individuals or if both are connected. Some believe society is separate, while others think reality is shaped by personal experience. സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥമായത് എന്താണെന്നും അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും മനസ്സിലാക്കുന്നതിൽ നാം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വ്യക്തികളിൽ നിന്ന് വേറിട്ട് സമൂഹം നിലനിൽക്കുന്നുണ്ടോ അതോ രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ട്. ചിലർ സമൂഹം വേറിട്ടതാണെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ വ്യക്തിപരമായ അനുഭവങ്ങളാൽ യാഥാർത്ഥ്യം രൂപപ്പെട്ടതാണെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. Interpretive. The goal is to present data honestly. Critics argue that traditional methods force information into neat categories, ignoring the messiness of real life. For instance, a study of a village in Yucatan was criticized for overlooking conflicts and showing only harmony. If യാഥാർത്ഥ്യത്തിൽ വ്യാഖ്യാനാത്മകമാണ്. ഡാറ്റ സത്യസന്ധമായി യാഥാർത്ഥ്യം എന്താണ്? വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണെന്നാണ് പറയുന്നത്. ഡാറ്റ സത്യസന്ധമായി അവതരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. യഥാർത്ഥ ജീവിതത്തിൽ കുഴപ്പങ്ങൾ അവഗണിച്ച് പരമ്പരാഗത രീതികൾ വിവരങ്ങളെ വൃത്തിയുള്ള വിഭാഗങ്ങളിലേക്ക് നിർബന്ധിതമാക്കുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. ഉദാഹരണത്തിന് യുക്കാറ്റനിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള പഠനം സംഘർഷങ്ങളെ അവഗണിക്കുകയും ഐക്യം മാത്രം കാണിക്കുകയും ചെയ്യുന്നതിന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു സോഷ്യോളജിസ്റ്റ് അവിടെ പോയിട്ട് ഒരു ഗ്രാമത്തെക്കുറിച്ച് എന്താണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല, ഐക്യം മാത്രമാണ് ആ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു നാട്ടിലുള്ളത് എന്ന് പറഞ്ഞതിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. The best approach is to stay as close as possible to what is happening and share the perspective of those involved. Researchers should focus on the knowledge of the people being studied, not just their own interpretations.
Today, researchers also consider history and power dynamics. It is important to recognize the researchers' പൊസിഷൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് കഴിയുന്നത്ര അടുത്ത് നിൽക്കുകയും ഉൾപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകൾ പങ്കിടുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല സമീപനം. ഗവേഷകർ അവരുടെ സ്വത്ത് വ്യാഖ്യാനങ്ങളിൽ മാത്രമല്ല പറ്റിക്കപ്പെടുന്ന ആളുകളുടെ അറിവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇന്ന് ഗവേഷകർ ചരിത്രവും പവർ ഡൈനാമിക്സും പരിഗണിക്കുന്നുണ്ട്. ഗവേഷകന്റെ സ്ഥാനം തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ഗവേഷകന് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എന്ത് ഗവേഷകൻ എവിടെയാണ് നിൽക്കേണ്ടതെന്ന്. കാരണം ഉയർന്ന ആളുകളിൽ അല്ലെങ്കിൽ പിടിപാടുള്ള ആളുകളിൽ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ പ്രലോഭിപ്പിക്കുന്ന ആൾക്കാരിൽ മാത്രം നിന്നുകൊണ്ട് ശേഖരിക്കേണ്ട ഒന്നല്ല ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും കണ്ടുകൊണ്ട് വേണം ഒരു ഗവേഷകൻ ഡാറ്റ ശേഖരിക്കാൻ എന്നാണ് ഇതിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നല്ലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. നമുക്ക് കുറച്ചൊരു ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂണിറ്റിൽ പറയുന്നത്. അടുത്തത് നമുക്ക് ഇതിൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നോക്കാം. ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് വാട്ട് ഈസ് എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. കളക്ട് ഡാറ്റ വിത്ത് റൂൾസ് ഇൻ മൈൻഡ്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് കൾച്ചറൽ റിലേറ്റിവിസം, പ്രോബ്ലംസ് ഓഫ് എൻകൗണ്ടേർഡ് വൈൽ കളക്ടിങ് ഡാറ്റ, അതുപോലെ തന്നെ വ്യൂ പോയിന്റ്സ് ഇൻ സോഷ്യൽ റിസർച്ച്, എത്തിക്കൽ ആൻഡ് നോർമൽ വ്യൂ പോയിന്റ്സ് ഇൻ സോഷ്യൽ റിസർച്ച്, അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് കളക്റ്റഡ്, ദ പ്രോബ്ലമാറ്റൈസ് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, മാനേജ് ഡൈവേഴ്സിറ്റീസ് ഇൻ സോഷ്യൽ റിസർച്ച്. അതെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. മെയിനായിട്ട് തന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴുള്ള അതിൽ വരുന്ന കാര്യങ്ങൾ, അതിൽ ഉൾച്ചേരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്ററിൽ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.